അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ഡ്രേപ്പിംഗ്. അപ്പം നമ്മൾ ഡ്രേപ്പിംഗ് എങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ടൂൾസ് ടെക്നിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് ഏതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ മെത്തേഡ്സ് നോക്കാം ഡ്രേപ്പിങ്ങിൻ്റെ. അപ്പം നമ്മൾ ഡ്രേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡ്രേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ സ്റ്റൈലിൽ നമ്മളെന്ത് ചെയ്യുക, ഇതിലേക്ക് ഗാർമെൻ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ റാപ്പ് ചെയ്യാണ്. ഡ്രസ് ഫോമിലേക്ക് റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റുക. അപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഫാബ്രിക് ഡ്രസ് ഫോമിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഫ്രീ ഹാൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് യുവർ ഫാബ്രിക്. നമ്മുടെ ഫാബ്രിക് നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ടാണ് ഡ്രസ് ഫോമിലേക്ക് ഫിക്സ് ചെയ്യുന്നത് അല്ലേ. പിന്നിങ് ഒക്കെ ചെയ്യും. പിൻസ് വേണം, നമ്മൾ പറഞ്ഞു ഓൾറെഡി എങ്ങനെയാണ് അതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഡ്രേപ്പിംഗ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് മസ്ലിൻ ഫാബ്രിക് അല്ലേ. ഡ്രേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫാബ്രിക്കാണ് മസ്ലിനാണ്. അപ്പോൾ അത് ഇൻഎക്സ്പെൻസീവ് ആണ്, വലിയ വിലയൊന്നുമില്ല. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. കറക്റ്റ് ആക്ച്വൽ ഗാർമെൻറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ ഡ്രേപ്പിങ്ങിന് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സ്റ്റിഫായിട്ടുള്ളൊരു ഗാർമെൻറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ സ്റ്റിഫായിട്ട് വെയിറ്റ് കൂടിയ മസ്ലിൻ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഫാബ്രിക് എങ്ങനെയാണ് അതിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള, ഗാർമെൻറ്റിലായി കഴിഞ്ഞാൽ എങ്ങനെയാവണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നോർമൽ മസ്ലിൻ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫായൊരു ഫാബ്രിക്കിൽ കിട്ടേണ്ട എഫക്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മളത് മെറ്റീരിയലിൻ്റെ വെയിറ്റൊക്കെ അനുസരിച്ച് വേണം നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട്, ഏത് ടൈപ്പ് ഫാബ്രിക്കാണ് നമ്മൾ ഡ്രേപ്പിങ്ങിന് ഉപയോഗിക്കേണ്ടത് എന്ന്. അപ്പോൾ മെത്തേഡിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ യുവർ ഡ്രസ് ഫോം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഡിസൈൻ ചെയ്യണമല്ലോ ഏതാണ് ഗാർമെൻറ്റ് എന്ന്. അതിനുശേഷം നമ്മൾ ഡ്രേപ്പിംഗ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രസ് ഫോമിനെ സെറ്റ് ചെയ്യുക. കാരണം മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ നമ്മൾ സെൻറ്റർ ഫ്രണ്ട്, സെൻറ്റർ ബാക്ക്, ഈ ലൈൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിയണം. നമ്മൾ സ്റ്റൈൽ ടേപ്സ് ഒക്കെ യൂസ് ചെയ്യും. നെക്ക് ലൈൻ്റെ എഡ്ജ് എവിടം വരെ വേണം, നെക്ക് റൗണ്ട്, അതൊക്കെ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പ്രിപ്പയർ യുവർ ഡ്രസ് ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിനാണ് നമ്മൾ ഡ്രസ് ഫോം എന്ന് പറയാം. നമ്മൾ സ്പോഞ്ച് ടൈപ്പ് ആയിരിക്കും ഇത്. അത് നമുക്ക് ഡ്രേപ്പിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന മറ്റേത് ഉപയോഗിക്കാൻ പറ്റില്ല, ഡമ്മി ഉപയോഗിക്കാൻ പറ്റില്ല. ഡ്രേപ്പിങ്ങിന് നമ്മൾ ഡ്രസ് ഫോം തന്നെ ഉപയോഗിക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കെച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സ്കെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിൽ നമുക്കറിയണം എങ്ങനെയാണ് നമ്മൾ ഡ്രസ് ഫോമിലേക്ക് ആ ഒരു ഡിസൈനിനെ കൊണ്ടുവരേണ്ടത് അല്ലേ. ആ ഫോട്ടോഗ്രാഫിലുള്ളതുപോലെ നമ്മൾ ഇതിലേക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം ഫാബ്രിക് എന്നുള്ളത് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് മസ്ലിൻ. അപ്പോഴാണ് നമ്മൾ ഫാബ്രിക് എടുക്കുക. മസ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ഡ്രേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് മസ്ലിൻ. അപ്പം നമുക്ക് മസ്ലിൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. പിന്നെ നമുക്കതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലൊക്കെ നമുക്കതിൽ വരുത്താം. ഇതാണ് നമ്മളെ മാനിക്യൂനിലേക്ക് നമ്മൾ മസ്ലിൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് കറക്റ്റ് മസ്ലിൻ ക്ലോത്ത് ആണെന്ന് തോന്നുന്നില്ല, ഇത് വേറെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ മസ്ലിനാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പം നമ്മളെന്തിനാണ് മസ്ലിൻ ഉപയോഗിക്കാൻ കാര്യം എന്താ, നമ്മളിപ്പോൾ ഹൈ കോസ്റ്റുള്ളൊരു ഗാർമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക് കുറേ വേസ്റ്റ് ആവും, കുറേ എക്സ്ട്രാ മെറ്റീരിയൽ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്ലിൻ ഫാബ്രിക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കെപ്റ്റ് ഇൻ മൈൻഡ് എന്താണ്, നമുക്ക് അറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഫാബ്രിക്കിന് വെയിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഏതാണോ നമ്മുടെ ആക്ച്വൽ ഗാർമെൻറ്റ് അതിനെ മാച്ച് ചെയ്യുന്നതായിരിക്കണം ഡ്രേപ്പ് ചെയ്യാൻ പോകുന്ന ഫാബ്രിക്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൗണ്ടേഷൻ പീസ് നമ്മൾ ആദ്യം അതിൽ ചെയ്യുന്നുണ്ട്. അതിപ്പം എല്ലാ ഗാർമെൻറ്റിലും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല.
നമുക്കിപ്പം മെറ്റീരിയൽ ഒന്ന് സ്റ്റിഫായിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫൗണ്ടേഷൻ പോലെ ഉള്ളിലൊരു പീസ് വെച്ചിട്ട് ഡ്രേപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ ചിലതിനൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും, കാരണം ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ മെയിനായിട്ടുള്ള ഫാബ്രിക് മീൻസ് ഡ്രേപ്പിങ്ങിന് ചെയ്യേണ്ടതുണ്ടല്ലോ, നമ്മുടെ ഗാർമെൻ്റ് ആക്കുന്ന മെറ്റീരിയലല്ല, അല്ലാതെ തന്നെ ഡ്രേപ്പിംഗ് ചെയ്യുമ്പം കുറച്ചൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ബേസ് ഒരു ഫാബ്രിക്കും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പം അതിൽ ഷിയർ ഫാബ്രിക്കാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഈ ഉള്ളിലത്തത് ഫൗണ്ടേഷൻ പീസ് എടുത്ത് കാണിക്കാൻ പാടില്ല അല്ലേ, ഷിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഗാർമെൻറ്റ് അതിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ പീസ് നമ്മൾ മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ഷിയർ ഫാബ്രിക്കിൻ്റെ ഫൗണ്ടേഷൻ പീസ് കറക്റ്റ് മാച്ച് ചെയ്യണം. അതായത് സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് കാണൂല. സ്കിൻ ടോണിലുള്ള കളറാണെങ്കിൽ ആ ഒരു മാനിക്വീൻ്റെ കളറായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള ഫൗണ്ടേഷൻ ഫാബ്രിക്ക് എടുത്ത് കാണിക്കും. ഷിയർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ട്രാൻസ്പെറൻ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഫാബ്രിക് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയണം എന്താണ് ഫാബ്രിക് എന്ന്. പിന്നെ നമ്മളെ സീം ലൈൻസ് അറിയാമല്ലോ, സൈഡ് സീം, സെൻറ്റർ ഫ്രണ്ട്, പിന്നെ വേസ്റ്റ് ലൈന്, നെക്ക് ലൈന്, ആം ഹോള്, ഈ എല്ലാ ലൈൻസും നമ്മൾ കറക്റ്റായിരിക്കണം. അതായത് മാനിക്യൂൻ്റെ ഡ്രസ് ഫോമിന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ നമ്മൾ ഫാബ്രിക് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക, പിൻസ് ഉപയോഗിക്കും അല്ലേ, പിന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഏതൊക്കെയാണോ നമ്മൾ സെൻറ്റർ ഫ്രണ്ടിലൊക്കെ വരും എക്സ്ട്രാ ഫാബ്രിക് ഒക്കെ ഉണ്ട്, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് അവിടെ പിൻ ചെയ്യും. കറക്റ്റ് ഫിറ്റിംഗ് കിട്ടുന്ന പോലെ വെച്ചിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമുക്ക് നമ്മുടെ ഗാർമെൻറ്റ് എങ്ങനെയാണോ വേണ്ട ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണെന്ന് പറയുന്നത് സ്റ്റാർട്ട് പിന്നിങ്. നമ്മൾ കറക്റ്റ് ഫാബ്രിക് എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മളൊരു ഐഡിയ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ ഫിക്സ് ചെയ്ത് തുടങ്ങുകയാണ്. പിൻ ചെയ്ത് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുക. ഡ്രേപ്പിംഗ് ചെയ്യുമ്പം ഫ്രണ്ട് മുഴുവനായിട്ട് ഒരുമിച്ചല്ല നമ്മൾ ചെയ്യുക കേട്ടോ. ഫ്രണ്ടിലത്തെ പോർഷൻ വേറെ എടുക്കും, ബാക്ക് വേറെ എടുക്കും. ബോഡീസ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഫ്രണ്ടിൻ്റെ വേറെ തന്നെ കട്ട് ചെയ്യും, ബാക്ക് വേറെ തന്നെ കട്ട് ചെയ്യും. എന്നിട്ട് സൈഡ് സീമിൻ്റെ അവിടെയാണ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് പിൻ ചെയ്യുന്നത്. പിന്നെ സ്കേർട്ടാണെങ്കിൽ ഫ്രണ്ടിലെ സ്കേർട്ട് പോർഷൻ വേറെ കട്ട് ചെയ്യും, ബാക്കിലത് വേറെ കട്ട് ചെയ്യും. എന്നിട്ട് സൈഡ് സീമിലാണ് നമ്മൾ പിൻ ചെയ്യുക, ഈ സെൻറ്റർ ഫ്രണ്ട് ഇത് ബോഡീസ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് പീസസിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിടെയാണോ ഫോൾഡ് വേണ്ടത് അതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കണം. പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഗാർമെൻ്റ് ഈ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും നമ്മുടെ എഫേർട്ട്, ആ മെറ്റീരിയൽ, ടൈം എല്ലാം വേസ്റ്റാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന പോർഷൻ നമുക്കതൊന്നും കൂടെ ക്ലിയർ ചെയ്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ട്രയൽ ആൻഡ് എറർ. അപ്പം അടുത്തത് മാർക്ക് ചെയ്യണം അല്ലേ, സൈഡ് സീം ലൈൻസ്, ഡാർട്സ് ഒക്കെ നമ്മൾ ചോക്ക്, നമ്മളറിയാം ടൈലേഴ്സ് ചോക്ക് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. പിന്നത്തെ സ്റ്റെപ്പാണ് ബാസ്റ്റ് ദ ഫാബ്രിക് ടു ദി ഫൗണ്ടേഷൻ പീസ്. നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാത്തിനും നമ്മൾ ഫൗണ്ടേഷൻ പീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മൾ ഫൗണ്ടേഷൻ പീസിലേക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടെമ്പററി സ്റ്റിച്ചസ് ആണ് ബാസ്റ്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മൾ കറക്റ്റ് ഏത് മെറ്റീരിയലാണോ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് കളറാണ് ആ ത്രെഡ് ഉപയോഗിക്കുക, കാരണം നമുക്കത് അഴിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കോൺട്രാസ്റ്റിംഗ് കളർ ത്രെഡാണ് ബാസ്റ്റിങ്ങിന് ഉപയോഗിക്കുക, ഫൗണ്ടേഷൻ ക്ലോത്തുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫോൾഡ് എവിടെ വേണം അതൊക്കെ കറക്റ്റ് നമുക്കതുകൊണ്ട് ടാക്ക് ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഈ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഇതൊക്കെ റിമൂവ് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. ഈ കളർ ത്രെഡ് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം.
പിന്നെ ട്രിം ഓഫ് എനി എക്സസ് ഫാബ്രിക് ആൻഡ് കണ്ടിന്യൂ കൺസ്ട്രക്റ്റിംഗ് യുവർ ഗാർമെൻറ്റ്. അപ്പം നമുക്ക് എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ട്രിം ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ഗാർമെൻറ്റിൻ്റെ ആ ഒരു രീതിയിൽ എത്തിക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട റോ എഡ്ജസ് എവിടെയും കാണാൻ പാടില്ല. സൈഡ് സീമിലാണെങ്കിൽ ഒന്ന് റോ എഡ്ജസ് കാണാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുക. നെക്ക് ലൈൻസ് ആണെങ്കിലും കട്ട് ചെയ്ത പോർഷൻസ് നമ്മൾ പുറത്ത് കാണില്ല. അതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഡ്രീപ്പിങ്ങിൽ ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബാസ്റ്റിംഗ് സ്റ്റിച്ചസ് ഒക്കെ റിമൂവ് ചെയ്യുക. നമ്മൾ ഫൗണ്ടേഷൻ പീസിൽ ഇട്ടിരുന്നല്ലോ ഡിഫറെൻറ്റ് കളർ, കോൺട്രാസ്റ്റിംഗ് കളർ ത്രെഡ്, അതൊക്കെ നമ്മളിവിടെ റിമൂവ് ചെയ്യും. ഇത് കണ്ടോ, ഇതിപ്പം ഒരു പിൻ വെച്ചിട്ട് അവരിങ്ങനെ കുറച്ച് ചുരുക്കി എടുക്കുകയാണ്. അത് ഇങ്ങനെ പിൻ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് ഫാബ്രിക് കൂട്ടി വെച്ച് പിൻ ചെയ്ത് അപ്പോൾ ഒരു ഗാർമെൻറ്റ് കണ്ടോ അത്രയും നന്നായിട്ട് നമുക്ക് ഡ്രേപ്പിംഗ് ചെയ്തിട്ട് കിട്ടി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രേപ്പിങ്ങിൻ്റെ മെത്തേഡ്സ്. അപ്പോൾ ഇത് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.